പഹൽഗാം ഭീകര ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു. ഇന്ത്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ ഇന്ത്യയിലേക്കും ഷെല്ലാക്രമണം നടത്തി. നമ്മൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിച്ചത്. പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയിലെ സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ഇതേ തുടർന്ന് ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. ഈ വക കാര്യങ്ങൾ ലോകത്തെ അറിയിക്കാൻ വേണ്ടി പഹൽഗാമിലെ ഭീകര ആക്രമണം, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തുന്ന ഭീകര പ്രവർത്തനം അവരെ തുറന്നു കാണിക്കുക, അത് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുക, ഈ ഒരു ലക്ഷ്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ 7 പാർലമെന്ററി സംഘങ്ങളെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു വൈദേശിക ആക്രമണം ഉണ്ടാകുന്നു. അതിർത്തിയിൽ ഭീകര പ്രവർത്തനത്തിന് ഒരു വിദേശ രാജ്യം, അതിർത്തി രാജ്യം അല്ലെങ്കിൽ അയൽ രാജ്യം നമ്മെ ആക്രമിക്കുന്നു, ഭീകര പ്രവർത്തകരെ സഹായിക്കുന്നു. അതേ തുടർന്ന് യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മെയ് 7-ാം തീയതി നമ്മൾ പാകിസ്ഥാനിലേക്ക് ഭീകര കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു, പ്രത്യാക്രമണം ഉണ്ടാകുന്നു. ഇങ്ങനെയൊരു പരിതസ്ഥിതിയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കാൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ. അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ 7 സംഘങ്ങളെ നിയോഗിച്ചത്. അതിനകത്ത് ശശി തരൂരുണ്ട്, ശരത് പവാറിന്റെ മകളും മഹാരാഷ്ട്രയിലെ NCP നേതാവുമായ സുപ്രിയ സുലെയുണ്ട്, DMK നേതാവും മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ മകളുമായ കനിമൊഴിയുണ്ട്. അങ്ങനെ പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാർ, ഭരണപക്ഷത്തുള്ള നേതാക്കന്മാർ, ഇവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കേന്ദ്ര സർക്കാർ സംഘത്തെ രൂപീകരിച്ചത്. ബൈജയന്ത് പാണ്ഡ ഒറീസയിൽ നിന്നുള്ള നേതാവാണ്. രവിശങ്കർ പ്രസാദ് മുൻ കേന്ദ്രമന്ത്രിയാണ്. സഞ്ജയ് ഝാ JDUവിലെ ബീഹാറിൽ നിന്നുള്ള JDU നേതാവാണ്. അങ്ങനെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖരായ നേതാക്കന്മാരെ ഉൾപ്പെടുത്തി ഒരു പാർലമെന്ററി സമിതി രൂപീകരിച്ച സമയത്ത് അതിനെതിരെ അഭിപ്രായ പ്രകടനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ്. അവർ പരസ്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ 4 പേരുടെ പേരാണ് കൊടുത്തിരുന്നത്, പക്ഷേ കേന്ദ്ര സർക്കാർ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാങ്കേതികമായി കോൺഗ്രസ് പറയുന്നത് ശരിയാണെങ്കിലും അത് മൗലികമായി ശരിയാണോ, രാജ്യ താല്പര്യത്തിന് അനുകൂലമാണോ എന്ന് ചിന്തിക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. എന്തുകൊണ്ട് ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തി? അദ്ദേഹം UN-ൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. UN ജനറൽ സെക്രട്ടറി കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. UN ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ച ആളാണ്. അതേപോലെ തന്നെ കേന്ദ്രത്തിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു. അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച് നന്നായി വിശദീകരിക്കാൻ കഴിയുന്ന ആളാണ്. അങ്ങനെയുള്ള മെറിറ്റുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തിനാണ് കോൺഗ്രസ് അതിനെ ചോദ്യം ചെയ്യുന്നത്? ഏറ്റവും ഒടുവിൽ AICC പറയുന്നത് തങ്ങൾ ശശി തരൂരിന്റെ നോമിനേഷനെ അംഗീകരിച്ചിരുന്നു എന്നാണ്. പക്ഷേ ജയറാം രമേശ് പരസ്യമായിട്ട് കോൺഗ്രസ് കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ കോൺഗ്രസിന്റെ വേണ്ടി പരസ്യമായിട്ട് രംഗത്ത് വരികയാണ് ചെയ്തത്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു കാര്യം കോൺഗ്രസ് ചെയ്തത്? അതേപോലെ തന്നെ ഏറ്റവും ദുഃഖകരമായ കാര്യം, പാകിസ്ഥാനെതിരായ ശക്തമായ ഒരു ക്യാമ്പയിൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രതിനിധി സംഘങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി, അമേരിക്കയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും അതേപോലെ തന്നെ ഗൾഫ് കൺട്രീസിലാണെങ്കിലും അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയി പാകിസ്ഥാൻ നടത്തുന്ന ഭീകര പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഭീകര പ്രവർത്തനത്തെ അനുകൂലിക്കുന്ന, അവർക്ക് താവളം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നിലപാടിനെ തുറന്നു കാണിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് ഉചിതമല്ലാത്ത ആളുകളെയാണ് കോൺഗ്രസ് അതിന് രംഗത്ത് കൊണ്ടുവന്നത് എന്നതും ദൗർഭാഗ്യകരമായ കാര്യമാണ്. സയ്യദ് നസീർ ഹുസൈൻ എന്ന കർണാടകത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ അനുയായികൾ, കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അദ്ദേഹത്തിന്റെ അനുയായികൾ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുകയാണ്. അങ്ങനെ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചതിന്റെ പേരിൽ 3 പേർക്കെതിരെ കർണാടകയിലെ പോലീസ് കേസെടുത്തു. അങ്ങനെ വിവാദത്തിലായ ഒരു ആളാണ് കർണാടകത്തിൽ നിന്നുള്ള MP ആയിട്ടുള്ള, രാജ്യസഭ MP ആയിട്ടുള്ള
സയ്യിദ് നസീർ ഹുസൈൻ. ആ നസീർ ഹുസൈന്റെ പേരാണ് പാകിസ്ഥാനെതിരായ ക്യാമ്പയിന് വേണ്ടി കോൺഗ്രസ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പേരാണ് ഗൗരവ് ഗൊഗോയ്. ആരാണ് ഗൗരവ് ഗൊഗോയ്? ഗൗരവ് ഗൊഗോയ് ഈ അടുത്ത കാലത്തും 15 ദിവസം പാകിസ്ഥാനിൽ താമസിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പാകിസ്ഥാനിലെ ഒരു കമ്പനിയുടെ ഉദ്യോഗസ്ഥയാണ്. അങ്ങനെ പാകിസ്ഥാൻ ബന്ധം ആരോപിക്കപ്പെടുന്ന, കാരണം അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഇങ്ങനെ ഒരു ആരോപണം അസമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉന്നയിച്ച സമയത്ത് അതിന് മറുപടി പറയാൻ പോലും തയ്യാറാവാതിരുന്ന ആളാണ് ഗൗരവ് ഗൊഗോയ്. അപ്പൊ അങ്ങനെ സംശയാസ്പദമായ വ്യക്തികളെയാണ് കോൺഗ്രസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ച അനുയായികളുടെ നേതാവിനെ കൊണ്ടുവരുന്നു. പാകിസ്ഥാനിലെ ഒരു സന്നദ്ധ സംഘടനയിൽ ഭാര്യ ജോലി ചെയ്യുന്ന ഒരാളെ, അദ്ദേഹം ഇടയ്ക്കിടെ പാകിസ്ഥാനിൽ പോകുന്നു. അങ്ങനെ ഒരു നേതാവിനെ, ആരോപണ വിധേയനായ നേതാവിനെ കൊണ്ടുപോകും. അതേ സമയത്ത് ഏറ്റവും മികച്ച പാർലമെന്റേറിയനായ കോൺഗ്രസ് തന്നെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട്, പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് കോൺഗ്രസ് തന്നെ നിയോഗിച്ച ശശി തരൂരിനെ അവരെന്തുകൊണ്ട് എതിർക്കുന്നു? ഇതാണ് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ വൈദേശിക ആക്രമണം നേരിടുന്ന സമയത്ത് പൊതുവെ നമ്മൾ പറയാറുണ്ട് വയം പഞ്ചാധികം ശതം. അതായത് ആ സമയത്ത് ശത്രു വരുന്ന സമയത്ത് നമ്മൾ 100 പേരും 5 പേരും ചേർന്ന് നമ്മൾ 105 പേരാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നതിന് പകരം പാകിസ്ഥാനോളം ഇന്ത്യയെ വിമർശിക്കുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ലോക്സഭയിലെ, അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇന്ത്യ കുറെ വിമാനങ്ങൾ നശിപ്പിച്ചു, അതിന്റെ കണക്ക് കൊടുക്കണം. അതേപോലെ തന്നെയാണ് കോൺഗ്രസ് ആദ്യം ഉന്നയിച്ചിരുന്നത് പഹൽഗാമിലെ അക്രമികളെ പിടിച്ചോ, ഇപ്പം അക്രമികളെ വെടിവെച്ച കൊന്നു. അതേപോലെ തന്നെ ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ, BSF കാരൻ പാകിസ്ഥാന്റെ പിടിയിലായി, അദ്ദേഹത്തെ ഇന്ത്യ തിരിച്ചു കൊണ്ടുവന്നു, അതുവരെ അവരെ തിരിച്ചു കൊണ്ടുവരൂ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം ഇതേപോലെയുള്ള പാകിസ്ഥാന് കയ്യടി കിട്ടുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനെ പ്രചരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാദമുഖങ്ങളാണ് കോൺഗ്രസ് കൊണ്ടുവരുന്നത്. മുമ്പ് ഇതൊന്നും ആയിരുന്നില്ല ചെയ്തിരുന്നത്. 1971 യുദ്ധം നടന്ന സമയത്ത്, ബംഗ്ലാദേശ് യുദ്ധം നടന്ന സമയത്ത്, ബംഗ്ലാദേശിന്റെ മോചനത്തിനുമായി ഇന്ത്യ പ്രവർത്തിച്ച സമയത്ത് ഇന്ദിരാഗാന്ധി അന്നത്തെ പ്രധാനമന്ത്രിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന നിലപാടാണ് അന്നത്തെ പ്രതിപക്ഷങ്ങൾ സ്വീകരിച്ചിരുന്നത്. കാരണം ഒരു വൈദേശിക ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് രാജ്യത്തിന്റെ കൂടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അത് തന്നെ പറഞ്ഞത് ആരാണ്? അത് പറഞ്ഞത് ശശി തരൂരാണ് ഇപ്പൊ പറയുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ താല്പര്യം വരുന്ന സമയത്ത്, രാഷ്ട്രത്തിന്റെ താല്പര്യം വരുന്ന സമയത്ത് രാഷ്ട്രീയം രണ്ടാമതാണ്, രാഷ്ട്രം ഉണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അദ്ദേഹം നേരത്തെ പറഞ്ഞു 1971 കാര്യം പറയേണ്ട കാര്യമില്ല. കാരണം 1971 സിറ്റുവേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ വ്യത്യസ്തമാണ്. 1971 ബംഗ്ലാദേശിനെ മോചിപ്പിക്കാൻ വേണ്ടി നമ്മൾ മെനക്കെട്ടിറങ്ങിയതാണ്. ഇന്ന് നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കാനല്ല, പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കാനാണ് പോയത്. അതുകൊണ്ട് എന്തുകൊണ്ട് യുദ്ധം നിർത്തി എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഒരു ഭാഗത്ത് യുദ്ധം തുടങ്ങിയ സമയത്ത് യുദ്ധവിരുദ്ധ പ്രകടനമായിട്ട് വരുന്ന ആളുകൾ യുദ്ധം നിർത്തിയ സമയത്ത് എന്തുകൊണ്ട് യുദ്ധം നിർത്തി, എന്തൊക്കെ കണ്ടീഷൻസ് ആണ്, നിങ്ങളത് പറയണം എന്നൊക്കെ പറയുന്നു. അപ്പൊ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു സമീപനമാണ്. രാജ്യം മുഴുവൻ ദേശാഭിമാന പ്രചോദിതമായി, രാജ്യത്തെ മുഴുവൻ ആളുകൾ അവർ കണ്ടുപിടിക്കേണ്ടത് അസദുദ്ദീൻ ഒവൈസിയെ പോലുള്ള BJP അതിശക്തമായി വിമർശിക്കുന്ന ഒരു മുസ്ലിം നേതാവ്, അദ്ദേഹം പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു. അന്ന് അദ്ദേഹം പറയുന്നത് മതമല്ല പ്രശ്നം, നമ്മൾ ഈ നാട്ടിന്റെ പ്രശ്നമാണ്, ഈ രാജ്യത്തിന്റെ കൂടെ ഒവൈസി നിൽക്കുന്നു. പക്ഷെ കോൺഗ്രസ് നിൽക്കുന്നില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ അവസ്ഥ. അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ, കാരണം ഒരിക്കലും അവരത് പറയാൻ പാടില്ല. കാരണം ശശി തരൂരിനെ എന്തിനുകൊണ്ട് അവർ അവഗണിച്ചു, ശശി തരൂരിന് എന്താണ് അയോഗ്യത, അതവർ പറയുന്നില്ല. അപ്പം അങ്ങനെ ഏതൊരു സ്ഥലത്തും വിവാദം ഉണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ നേതൃത്വം ശ്രമിക്കുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി ചെയ്തതും പാകിസ്ഥാന് ഒരു ആയുധം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു പാകിസ്ഥാൻ അംബാസഡറെ പോലെയാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത് എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. അതിനകത്ത് വാസ്തവമുണ്ട്. ഒരിക്കലും രാഹുൽ ഗാന്ധി ഈ ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി പാകിസ്ഥാന് ആയുധം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ പാകിസ്ഥാന് ഒരു അടിക്കാൻ ഒരു വടി കൊടുക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തത് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ശശി തരൂർ വിഷയത്തിലും കോൺഗ്രസ് കുറച്ചുകൂടി മെച്യൂർ ആയിട്ടുള്ള, കുറച്ചുകൂടി മിതമായ ഒരു സമീപനമായിരുന്നു കോൺഗ്രസ്, പക്വമായ സമീപനമായിരുന്നു കോൺഗ്രസ് കൈക്കൊള്ളേണ്ടത്. അതിന് പകരം തികച്ചും കക്ഷി രാഷ്ട്രീയത്തിന്റെ, അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയം പോലുമല്ല, കാരണം കോൺഗ്രസിന്റെ നേതാവാണ് ശശി തരൂർ, അദ്ദേഹം പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഉൾപ്പെടുത്തിയതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നത് ഒരിക്കലും ശരിയായില്ല. ഇപ്പോഴത് അവർ അംഗീകരിച്ചിട്ടുണ്ട്, എന്നാൽ പോലും അതിനെക്കുറിച്ച് ഒരു പരസ്യമായ വിവാദം ഉണ്ടാക്കിയത് ഒട്ടും ശരിയായില്ല എന്ന് വേണം പറയാൻ.